നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ചിക്കൻ കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില, കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മുളക് ചതച്ചത്, ഉപ്പ്, പിന്നെ നമുക്ക് മൈദയും വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയും വേണം. ചിക്കൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും കൂടി ഇടാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുകയാണ്. 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കണേ. ഇനിയിപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതിടുകയാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞതും കൂടി ഇടാം. 1.5 ടീസ്പൂൺ മുളക് ചതച്ചത് ചേർക്കാം. ഇത് നമ്മുടെ എരിവനുസരിച്ചിട്ടിട്ടുണ്ടേ. 2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇന്ന് എന്നെ സഹായിക്കാൻ എൻ്റെ കുഞ്ഞൂസും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർക്കണം. ഇത് 2-3 തവണയായിട്ട് ചേർക്കണേ. ചിക്കൻ്റെ നനവനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് മൈദ ചേർക്കുന്നത്. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ലാസ്റ്റ് അല്പം ഓയിലും കൂടി ഇതിൻ്റെ മീതെ ഒന്ന് തൂത്ത് നമുക്കിത് കുഴച്ച് വെക്കാം. ഇത് നമുക്ക് ഉടൻ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. കയ്യിൽ അല്പം എണ്ണ തേച്ചിട്ട് നമുക്കിത് ഓരോന്നും ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ എല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് വരുത്തുന്ന പോലെ പരത്തിയിട്ട് വട്ടത്തിൽ മുറിച്ചെടുത്താൽ മതി. ഇതിപ്പം നല്ല എളുപ്പമുണ്ട് ഇങ്ങനെ ചെയ്താൽ. ഇനിയിപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഉരുളകളാക്കി വെച്ച് കഴിഞ്ഞാൽ അന്നേരം ആ സമയത്ത് നമുക്കിത് കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. നേരത്തെ ഇത് പരത്തി വെക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. ഇനി ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഇത് നല്ല എളുപ്പമാണ് ഇതുണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.